എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ മഷ്റൂം ഷെഡിന് എത്ര കോസ്റ്റായി, അതെങ്ങനെയാണ് പണിതത്, നിങ്ങളുടെ ഷെഡൊന്ന് കാട്ടിത്തരാമോ എന്ന്. സോ ഇത് അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ആൻഡ് ഈ പുറകെ കാണുന്നതാണ് ഈ പറഞ്ഞ നമ്മുടെ മഷ്റൂം ഷെഡ്. ആദ്യം ജസ്റ്റ് ഒരു റഫ് ഐഡിയ തരാം. നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് കണ്ടാൽ അറിയാം, ടെറസിൻ്റെ മുകളിൽ നമ്മൾ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷീറ്റ് ഉണ്ട്. അപ്പോൾ പകുതി പണി കുറഞ്ഞ് കിട്ടി. അതുകൊണ്ട് നമ്മൾ പിന്നെ ചെയ്തേക്കുന്നത് ഈ കറുത്ത ഷീറ്റ് വെച്ചിട്ട് നമ്മുടെ ഈ 4 സൈഡും മതിൽ പോലെ ഫുള്ള് കെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഷീറ്റിൻ്റെ അടിയിലായിട്ട് നമ്മൾ റൂഫ് പോലെ ഈ ഒരു ഷെഡിനും മേളിലും ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഷീറ്റ് നമ്മൾ കെട്ടി വെച്ചേക്കുന്നത്, ചുറ്റും കെട്ടിയേക്കുന്നത്, അതുപോലെ തന്നെ മേളിൽ ഇട്ടേക്കുന്നതും കമ്പിയും കാരണം വെച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ മേലെയാണ് നമ്മൾ ഷീറ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഈ ബ്ലാക്ക് ഷീറ്റിന് പുറമെ ഒരു ഗ്രീൻ നെറ്റ് ഇട്ടിട്ടുണ്ട്, ഗ്യാപ്പ് പോലെ ഉണ്ടെങ്കിൽ അതിൽ കൂടി പ്രാണിയൊന്നും വരാതിരിക്കാനാണ്. നെക്സ്റ്റ് തിങ്, ആദ്യമായിട്ട് നമ്മൾ ഷെഡിൽ സെറ്റ് ചെയ്ത ഒരു എക്സോസ് ഫാനാണ്. അതായത് മഷ്റൂംസ് മനുഷ്യന്മാരെ പോലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്ന ഒരു ജീവജാലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ നടന്നില്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കെട്ടിക്കിടക്കും, അത് മഷ്റൂംസിന് നല്ലതല്ല. അപ്പോൾ ആ ഒരു എയർ സർക്കുലേഷന് വേണ്ടി നമ്മൾ ആദ്യം വെച്ചത് ഈ ഒരു എക്സോസ് ഫാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് പരീക്ഷിച്ച സാധനമാണ് ഈ ഒരു പെഡൽസ് ഫാൻ. ഇത് നമ്മൾ താഴ്ത്തിരുന്ന വെച്ചൊരു ഫാനാണ്. അതെടുത്ത് വെച്ചാൽ അത് എന്തിനാണ് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലൊരിക്കലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എയർ പോക്കറ്റ്സ് ഉണ്ടാവാൻ പാടില്ല, ഫുൾ എയർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഈ ഒരു ഫാൻ വെച്ചാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഓണാക്കി ഇടുമ്പോൾ ഇതിലെവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് കെട്ടി നിൽക്കത്തില്ല. അതുപോലെ തന്നെ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ മെയിൻ സംഭവം, മിസ്റ്റിംഗ് പമ്പാണ് ഈ ഇരിക്കുന്നത്. ഈ മിസ്റ്റിംഗ് പമ്പ് വെച്ചിട്ട് ഈ മിസ്റ്റിംഗ് നോസിൽ വഴി നമ്മൾ മിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഷെഡ് മൊത്തം തണുപ്പിക്കുന്നത്, ആ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്തും വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലത്തുള്ള കമ്പികൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സീലിങ്ങും അതേപോലെ തന്നെ സൈഡും ഒക്കെ ഉറപ്പാക്കി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഇതൊക്കെ പറന്നു പോകും. പിന്നെ നമ്മൾ ഓരോ സൈഡിലായിട്ട് ഇതേപോലെ ഒരു വിൻഡോ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ പാസേജിനും അകത്തോട്ട് എയർ കയറാനും അതേപോലെ തന്നെ വെട്ടം കയറാനുമാണ്. ഇൻഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് വേണം. ഇത് നമുക്ക് എപ്പോഴും അടച്ചു വെക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പ്രിഫറബിളി ആ ഒരു വിൻഡോക്ക് ഫ്രണ്ടിലായിട്ട് ഒരു മൊസ്കിറ്റോ നെറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പ്രാണികളൊന്നും കയറത്തില്ല, അതേപോലെ തന്നെ സേഫായിട്ടിരിക്കും. ഇപ്പം നമ്മൾ മൊസ്കിറ്റോ നെറ്റ് വെക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ പുറമെ ഒരു നമ്മുടെ പച്ച നെറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളത് വെക്കാത്തത്. അത്രേ ഉള്ളൂ. നമ്മുടെ ഷെഡ് എന്ന് പറയുമ്പോൾ പക്ക സിമ്പിളാണ്, അധികം സംഭവങ്ങളൊന്നുമില്ല. ഒരു മിസ്റ്റിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളിത് ഫുള്ള് തണുപ്പിക്കുന്നതും അതേപോലെ തന്നെ ആ ഒരു ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതും. നമ്മുടെ ഓട്ടോമേഷൻ സിസ്റ്റം നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല, അത് ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടില്ല, അത് പിന്നീട് വെക്കത്തുള്ളൂ. മെയിനായിട്ടുള്ള സാധനങ്ങളും നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ്. പക്ഷേ എന്നാലും നമുക്ക് ഒരുപാട് വേറെ അല്ലറ ചില്ലറ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. പെല്ലറ്റ് വാങ്ങുന്നത്, സ്പോൺ വാങ്ങുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എറൗണ്ട് നമുക്ക് ഇത്രയും ഒരു ഇപ്പോൾ 100 ബെഡ് ഇട്ടിട്ടുണ്ട്, ഇനിയൊരു 50 ബെഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 30,000-ൻ്റെ അടുത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് ഈ ഫുൾ സംഭവം സെറ്റ് ചെയ്യാനും കുറേ കാര്യങ്ങൾ അങ്ങാടി ഇങ്ങാടൊക്കെ വെച്ച് പരീക്ഷിക്കാനൊക്കെ. എന്നാലും ഒരു റഫ് ഫിഗർ അതാണ്. സോ ഒരു ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ വേണമെന്നുള്ള കറക്റ്റ് പ്രൈസ് ബ്രേക്ക് ഡൗൺ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. സോ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ഫാമാണ്, വളരെ സിമ്പിൾ ടെക്നിക്ക് വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. പക്ഷേ നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് വഴി അപ്പം തന്നെ തിരുത്താൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഒരു സെക്കൻഡ് ഫാം ചെയ്യുന്നുണ്ട്, കാരണം ഇതിൻ്റെ കപ്പാസിറ്റി മാക്സിമം ഫുള്ളാവാറായി. സോ നമ്മളൊരു സെക്കൻഡ് ഫാം 1 മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കും. സെക്കൻഡ് ഫാം നമ്മൾ 1 മാസത്തിനുള്ളിൽ തന്നെ ചെയ്യും. സോ അത് ഒരു ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഓക്കെ, വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ സ്റ്റൈലും അല്ലെങ്കിൽ വീഡിയോയുടെ രീതിയെല്ലാം ഫുള്ളും ഇതുപോലെ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് മെസ്സേജ് അയച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മിക്കപ്പോഴും നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാറില്ല, പല രീതിക്കും തിരക്കായിരിക്കും. മഷ്റൂം വളർത്താൻ താല്പര്യമുള്ളവർ, അതേപോലെ തന്നെ അഗ്രികൾച്ചറായിട്ടുള്ള ഫാമിങ്ങും ബിസിനസ്സുകളും നടത്താൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ എന്ന്. ആ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതിൽ ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് റെസ്പോൺസ് വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ഓൺലൈൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും.